നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് സരുവിന് ഒരു സന്തോഷ വാർത്തയായിരുന്നു, കല്യാണി ഹോസ്പിറ്റലിലാന്നുള്ള കാര്യം. എത്രയും പെട്ടെന്ന് അവള് മരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടു. തനിക്ക് കിരണിനെ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാം എന്നൊരു അത്യാഗ്രഹമായിരുന്നു സരുവിന്റെ മനസ്സിൽ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ അവന് സംശയം ഉണ്ടാവും. അങ്ങനെ സരു എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുവാണ്. ഇതേ സമയം ഹരിസാറ് ഹോസ്പിറ്റലിലേക്ക് എത്തി. ഐസുവിന്റെ ഫ്രണ്ട് കിരൺ നിൽക്കുന്നുണ്ടായിരുന്നു. ഹരിസാർ വന്നിട്ട് ചോദിച്ചു, എന്താ കിരണേ, എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കിരൺ കാര്യം പറയാണ്. രാഹുലാണ് ഇതിന്റെ പിന്നില്, ആ ബേഗാസുരന്. എനിക്ക് അവനെ പിടികൂടാൻ പറ്റിയില്ല. കാര്യം പറഞ്ഞ അവൻ എന്റെ കൈ കിട്ടിയതാ. പക്ഷെ കല്യാണി കിടന്ന് പെടയെന്ന് കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് അവന്റെ പിന്നാലെ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഹരിസാർ പറഞ്ഞു, സൂക്ഷിക്കണ്ടായിരുന്നോ? എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ള. സൂക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല. അവൻ എന്താണെങ്കിലും പാത്തും പതുങ്ങി അവിടെ ഇരുന്നത്. അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ, പിന്നെ അവനൊന്നും ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഹരിസാർ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഡോക്ടർമാരെന്തെങ്കിലും പറഞ്ഞോ? ഇതുവരെയായിട്ടും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അവർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. വിഷമിക്കണ്ട, സാരില്ല, സമാധാനമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഹരിസാറ് കിരണിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് കിരൺ പറഞ്ഞു, ആരോടും അച്ഛനോടും അമ്മയോടും ഒന്നും ആരോടും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അവർക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഹരിസാറ് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, ഞാൻ വിളിച്ചു പറയാം എന്നും പറഞ്ഞിട്ട് ഹരിസാറ് ഫോണുമായിട്ട് ഇങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം കിരൺ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക. ഇത്രയൊക്കെ ആയിട്ടും ഈ കല്യാണിയുടെ പിന്നാലെ തന്നെ ആ രാഹുൽ നടക്കുന്നത്. കാരണം എത്രയോ വട്ടം കല്യാണി ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ സമയത്തൊക്കെ കല്യാണി രക്ഷപ്പെട്ടു വന്ന വീണ്ടും കല്യാണിയുടെ നേരെ അയാൾ പാഞ്ഞെടുത്തിരിക്കുന്നു. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അതിനേക്കാളുപരി അവനെ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ, തന്റെ കല്യാണിയെ കുത്തിയിട്ട് അവൻ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഇന്നലെ മുഴുവൻ കല്യാണിക്ക് വല്ലാത്തൊരു മനപ്രയാസമായിരുന്നു. ഒരുപക്ഷെ ഇതായിരിക്കുക കാരണം. തനിക്ക് വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ചിലപ്പോൾ കല്യാണി മുൻകൂട്ടി കണ്ടു കാണുക. അതാണോ അങ്ങനെയൊക്കെ? അതൊക്കെ ഓർത്തിട്ട് കിരണിന് സമനില തെറ്റുന്ന പോലെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സരു മുഖത്തൊരു സങ്കടഭാവമൊക്കെ അഭിനയിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ ഓടി അരച്ച് വന്നിട്ട് കിരണോട് ചോദിച്ചു, എന്താണ് കിരണെ, എന്താ സംഭവിച്ചേ? രതീഷ് ഹരിസാറൊക്കെ പറഞ്ഞ് എന്തോ അപകടം സംഭവിച്ചെന്ന് പറഞ്ഞു. കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല, എന്താ സംഭവിച്ചെന്നൊക്കെ ഒന്നും അറിയത്തില്ലാത്ത മട്ടി ചോദിക്കുകയാണ്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, എന്റെ കല്യാണിക്ക് കുത്തേറ്റു. കുത്തിയത് ആരാന്നറിയോ? ആ ബേഗാസുരൻ. നിന്നെ ജനിപ്പിച്ച നിന്റെ അച്ഛനാന്ന് പറയണം. അത് കേട്ടപ്പോ സരു ഭയങ്കര ഞെട്ടലോട് കൂടി ചോദിച്ചു, സത്യമാണോ കിരണ നീ പറയണെന്ന് ചോദിച്ചു. അതെ. അല്ല അച്ഛനാന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? ഞാൻ അങ്ങേരെ കണ്ടു. അങ്ങേരെ എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. പക്ഷെ ഇനി അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, എന്റെ കയ്യിൽ തന്നെ കിട്ടും. ഒരു കത്തിമുനെ ഞാൻ അവനെ തീർക്കൂന്ന് പറഞ്ഞു. ഇനി ഞാൻ വെച്ചോണ്ടിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സരയു പറഞ്ഞു, തീർക്കാൻ വരായിരുന്നു ആ സെക്കൻഡിൽ തന്നെ നിനക്ക്. നീ പിന്നെ എന്തിനാ അങ്ങേരെ വെച്ചോണ്ടിരുന്നേ? എന്റെ കയ്യിലെങ്ങാനും കിട്ടണമായിരുന്നു. അങ്ങനെയൊക്കെ സരയു പറയണം. ആ സമയം കിരൺ പറഞ്ഞു, എവിടെ പോയി ഒളിക്കാനാ? എവിടെ പോയി ഒളിച്ചാലും അവനെയും പിടികൂടും. റിമാൻഡ് കാലാവധി തീരാനായിട്ട് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. എന്താണെങ്കിലും അവൻ എന്റെ കൺമുന്നിലേക്ക് തന്നെ വരും. എന്റെ കല്യാണി കിടന്ന് പിടയ്ക്കുന്ന കണ്ട പിന്നെ എനിക്കൊന്നും തോന്നിയില്ല അവന്റെ പിന്നാലെ പോവാനായിട്ട്. അല്ലായിരുന്നെങ്കിൽ അവനെ ഞാൻ കൈകാര്യം ചെയ്തേനം. അവൻ ജീവനോടെ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരയു മനസ്സിൽ പറഞ്ഞു, എന്റെ അച്ഛന് ആയുസ് നീട്ടി കിട്ടിയിട്ടുണ്ടാ. നിന്റെ ഭാര്യ കല്യാണി ചത്തുപോകത്തുള്ളൂ. അവള് പോണം. അവള് പോയാൽ മാത്രമേ എനിക്ക് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. എന്റെ കുഞ്ഞിന്റെ അച്ഛനായിട്ട് നീ വരണം. പിന്നീട് സരയു ഭയങ്കര പാവത്വം അഭിനയിച്ചു പറഞ്ഞു, അല്ല കല്യാണിയെ കാണാൻ പറ്റുമോ നിനക്ക്? ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, ആരെ അകത്തേക്ക് കയറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നീ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല, നീ പോയിക്കൊള്ളാൻ പറഞ്ഞു. അല്ല അച്ഛനെ അമ്മയൊക്കെ അറിയിച്ചോന്ന് ചോദിച്ചു നിന്റെ? അവരെയൊക്കെ അറിയിക്കാനായിട്ട് ഹരിസാറ് പോയിട്ടുണ്ട്. എന്താണെങ്കിലും ഹരിസാർ ഇപ്പൊ തന്നെ വിളിച്ചു പറയൂന്ന് പറഞ്ഞു. സരുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവള് തീർന്നു കിട്ടുവാണെങ്കിൽ ഒരു സമാധാനമായനും. ദൈവമേ, ഗണപതി ഭഗവാന് വിഘ്നങ്ങളൊക്കെ മാറാനായിട്ട് തേങ്ങ ഒടിച്ചത് നല്ലതായി. ഇനിയിപ്പോൾ അവളും ഭരിച്ചു കഴിയുവാണെങ്കിൽ എത്ര തേങ്ങ വേണം താൻ ഉടച്ചോളാവേ എന്നൊരു നേർച്ചയൊക്കെ സരു നേരുന്നുണ്ട്. ആ സമയം ഹരിസാറ് ചന്ദ്രസേന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സേന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കല്യാണിക്ക് അപകടം ഉണ്ടായ കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ചന്ദ്രസേന ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് ചന്ദ്രസേന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രാഹുലാന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് രൂപ എങ്ങോട്ട് വന്നു. രൂപ വന്നിട്ട് ചോദിച്ചു, ആരാ ചന്ദ്രേട്ടാ വിളിച്ചതെന്ന് ചോദിച്ചു. ആ സമയം ചന്ദ്രസേനൻ പറഞ്ഞു, അത് പിന്നെ ഹരിയാന്ന് പറഞ്ഞു. ഹരിയോ? എന്ത് പറ്റി? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അത് കല്യാണിമോള് ഹോസ്പിറ്റലിലാണ്,
ഹോസ്പിറ്റല് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് രൂപ ചാടി എഴുന്നേറ്റു. അത് അവൾക്കൊരു അപകടം ഉണ്ടായി. അവനുണ്ടല്ലോ ആ ബഗാസുരൻ, നിന്റെ ആങ്ങള. കല്യാണിയോ കുത്തിന്ന് പറഞ്ഞു. കുത്തിന്നോ? അതെ, ഹോസ്പിറ്റലാ. എന്നിട്ടോ സീരിയസ് ആണോന്നൊക്കെ ചോദിച്ചു. ഒന്നും പറയാറായിട്ടില്ല ഡോക്ടർ പറഞ്ഞ്. സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജാന്നാ പറഞ്ഞ്. രൂപ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ചന്ദ്രേട്ട, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ശാരി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളിത് എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പോഴേക്കും രൂപ പറഞ്ഞു, നിന്റെ ഭർത്താവുണ്ടല്ലോ ആ ബകാസുരന്, കല്യാണി മോളെ കുത്തിന്ന്. കുത്തിന്നോ? അതെ, അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ കിടക്കുക. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങേരെ ജീവനോടെ വെച്ചേക്കില്ല. അങ്ങേരെ മാത്രമല്ല നിന്നെയൊക്കെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ അടിച്ചിറക്കും എന്നൊക്കെ രൂപ പറഞ്ഞു. അപ്പോഴേക്ക് ശാരി പറഞ്ഞു, രൂപ നീയും കണ്ടതല്ലേ അയാൾ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഞാൻ അങ്ങേരെ ആട്ടി ഓടിച്ചത്. കാരണം അങ്ങേരെ ഒരു ദുഷ്ടനാണെന്ന് എനിക്കറിയായിരുന്നു. ദൈവമേ, കല്യാണി മോൾക്ക് ആപത്ത് എന്തോ സംഭവിക്കോ, ഒരാപത്ത് സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത ശാരിയുടെ മനസ്സിലുണ്ട്. ശാരി അത് പറയുകയും ചെയ്തു. അപ്പോഴേക്ക് സേനം പറഞ്ഞു, കൂടുതലൊന്നും നീ പറയണ്ട. നീ ചിലപ്പം മനസ്സിൽ പ്രാർത്ഥിക്കുന്ന വേറെന്നായിരിക്കും. അവൾ എൻ്റെ മോള് എത്രയും പെട്ടെന്ന് ഇല്ലാതായി തീരണമെന്ന്, മരിക്കണമെന്നല്ലേ നീ പ്രാർത്ഥിക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ശാരി പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. ജോ പറഞ്ഞു, ബാ ചന്ദ്രേട്ട നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോരുവാണ്. ഇതേ സമയത്ത് ശാരിയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ഒരു പക്ഷേങ്കിൽ സരീവാണോ തൻ്റെ അച്ഛനെ വെച്ച് ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരിക്കുക. ചിലപ്പം കല്യാണി ഇല്ലാതാക്കാനായിട്ട് രാഹുലിന് കൊട്ടേഷൻ കൊടുത്ത് സരീവായിരിക്കും എന്നൊരു ചിന്തയൊക്കെ ശാരിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. കാരണം കിരണിനെ സ്വന്തമാക്കാനായിട്ട് നടക്കും അവള്. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പോലും അറിയത്തില്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു അപകടം, ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും അറിയത്തില്ല. എങ്ങാനും സരയു അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. സരയുവിന്റെ ജീവിതം മാത്രമല്ല തൻ്റെ മോളുടെ ഒക്കെ ജീവിതം തീർന്നെന്ന് ശാരിക്ക് മനസ്സിലായി. ഈ സമയത്ത് സരയു ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോൾ താരയും കൂടെ ഇറങ്ങി ചെന്നു. താരയെ കണ്ടു കഴിഞ്ഞപ്പോൾ സരയു പറഞ്ഞു, അതെ ഒരു വാർത്തയുണ്ടെന്ന് പറഞ്ഞു. എന്ത്? ആ കല്യാണി ഉണ്ടല്ലോ അവള് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലാ? അവൾക്ക് എന്ത് പറ്റി? എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. മോള് അവളിപ്പോ ഐസിയുലാ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നില്ലാതെ കിടക്കുവെന്ന് പറഞ്ഞു. അതെന്ത് പറ്റിയത്? എൻ്റെ അച്ഛനുണ്ടല്ലോ രാഹുല്, അച്ഛൻ അവളെ ഒന്ന് കുത്തിന്ന് പറഞ്ഞു. കുത്തിന്നോ? അതെ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, കാണാനൊന്നും പറ്റിയില്ല. അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവള് കിടക്കുന്നേ. പിന്നെ തിരിച്ചു വരുന്ന വഴി ക്ഷേത്രം അടച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ഷേത്രത്തിൽ കയറി നേർച്ചയിട്ട് പ്രാർത്ഥിച്ചിട്ടാ വന്നേ എന്ന് പറഞ്ഞു. താര പറഞ്ഞു, നല്ല കാര്യം മോളെ. എന്തിനാന്നറിയാവോ, അവൾ എത്രയും പെട്ടെന്ന് തന്നെ മരിച്ചു പോകാനായിട്ടാ ഞാൻ പ്രാർത്ഥിച്ചേ. അവള് മരിച്ചു മണ്ണടിയണായിരുന്നു. അതായി എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് വേണം എനിക്ക് കിരണിനെ സ്വന്തമാക്കാനെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം താര ഇങ്ങനെ ഞെട്ടിപ്പോയി. താര ചോദിച്ചു, എന്താ സരു നീ പറയണേ? നീ ഇങ്ങനെ ക്രൂരമായിട്ട് ചിന്തിക്കരുതെന്ന് പറഞ്ഞു. അതെ, എനിക്ക് കിരണിനെ സ്വന്തമാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. ഒന്ന് ചീഞ്ഞാലും ഒന്നിന് വളമാവളെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാ. ഇന്ന് എനിക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്തേലും കഴിക്കാൻ എടുത്തു വെക്കാനൊക്കെ പറഞ്ഞിട്ട് സരിയോ അങ്ങോട്ട് കയറിപ്പോയി. ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു താര. താര ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പാപ കല്യാണിക്ക് ഒരു ആപത്തൊന്നും വരുത്തല്ലേ എന്നിങ്ങനെ മനോരുകി പ്രാർത്ഥിച്ചു. ഇതേ സമയത്ത് കല്യാണിയെ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോക്ടർ പുറത്തിറങ്ങി വന്നിട്ട് കിരണിനെ വിളിച്ചിട്ട് ആ കാര്യം പറയണം. കരണിന് കുത്തേറ്റിട്ടുണ്ട്, അതുകൊണ്ട് എന്താണെന്ന് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ക്രിട്ടിക്കൽ സ്റ്റേജാ, പിന്നെ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരണ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. കല്യാണിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു കിരണിന്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.